Hello students, welcome to the fourth module of our subject Dynamics of Machinery. So this is the first session in our fourth module. Actually, this fourth module mainly deals with gyroscope. അപ്പോൾ ഈ ഗൈറോസ്കോപ്പ് എന്നുള്ള വേർഡ് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഗൈറോസ്കോപ്പ് എന്നൊരു ജസ്റ്റ് ബേസിക് ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം. ഓക്കെ, അതായത് ഡെഫിനേഷൻ ഒന്ന് നോട്ട് ചെയ്തോളൂ. അതായത് ഇഫ് ആക്സിസ് ഓഫ് സ്പിന്നിങ് or rotating body is given an angular motion about an axis perpendicular to the axis of spin. ബെറ്റർ ഞാനത് എഴുതാം. അതായത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ആക്സിസ് ഓഫ് സ്പിൻ ഓർ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഗിവൺ ആൻ ആംഗുലാർ മോഷൻ. അതായത് ഒരു സ്പിന്നിങ് ബോഡി ഉണ്ട്, ഒരു റൊട്ടേറ്റിംഗ് ബോഡി ഉണ്ട് ബേസ്ഡ് ഓൺ ആൻ ആക്സിസ്. ആ ആക്സിസിന് തന്നെ ഒരു ആംഗുലാർ മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് സ്പിൻ. അതായത് സ്പിൻ ചെയ്യുന്ന ഒരു ആക്സിസിന് ഒരു ബോഡി സ്പിൻ ചെയ്യുന്നുണ്ട്. സ്പിന്നിങ് വിൽ ബി ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ആക്സിസ് അല്ലേ. ആ ആക്സിസ് തന്നെ വേറൊരു ആക്സിസിന്, ഒരു പെർപെൻഡിക്കുലർ ആക്സിസിൻ്റെ ബേസിസിൽ ഒരു റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, an angular acceleration acts on body about the third perpendicular axis. അതായത് നമുക്ക് 3 പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഒരു ബോഡി സ്പിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട്, സപ്പോസ് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ബോഡി സ്പിൻ ചെയ്യുന്നത്, വൈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എക്സ് ആക്സിസ് തന്നെ ഒന്ന് കുറച്ച് റൊട്ടേറ്റ് ചെയ്തു അല്ലേ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആക്സിസ് സെഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവും, ആ ബോഡിക്ക് ഒരു ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക്. അപ്പോൾ ഒരു ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്കാണ് ആ ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന ടോർക്ക്. അപ്പോൾ ഒരു ആക്റ്റീവ് ടോർക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒരു റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക്, ഒരു റിയാക്റ്റീവ് കപ്പിൾ അല്ലെങ്കിൽ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ജനറേറ്റ് ആവും അല്ലേ. അതുണ്ടാക്കുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് അല്ലെങ്കിൽ ഗൈറോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുണ്ടാക്കുന്ന എഫക്റ്റ്. അപ്പോൾ എന്താണ് ഈ ആക്റ്റീവ് റിയാക്റ്റീവ്? സാധാരണ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്, സെൻറ്ററിലേക്ക് വലിച്ചെടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ അത് ഒരു ആക്ഷൻ ആണെങ്കിൽ അതിന് റിയാക്റ്റീവ് ഫോഴ്സ് ഏതാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതേപോലെ ഒരു ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടാവും. ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ അല്ലെങ്കിൽ ടോർക്കിൻ്റെ എഫക്റ്റിനെയാണ് നമ്മൾ ആക്ച്വലി ഈ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ആക്റ്റീവ് അല്ല, റിയാക്റ്റീവാണ് നമ്മൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി. ബാക്കി നമ്മൾ ആ ഡെറിവേഷൻ്റെ സമയത്ത് കൂടുതൽ ഫിഗേഴ്സ് ഞാൻ വരക്കാം. അപ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലിയറർ ഐഡിയ. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ആംഗുലാർ വെലോസിറ്റി എന്നുള്ളത്, സപ്പോസ് ഇത് AB എന്നുള്ളത് ഒരു ആക്സിസ്. ഇപ്പോൾ ഈ ഒരു റോട്ടർ ഒമേഗ എന്നുള്ള ഒരു ആംഗുലാർ വെലോസിറ്റിയിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നെങ്കിൽ, നമ്മൾ എന്ന് അങ്ങോട്ട് നോക്കുന്നതാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആണ്. പക്ഷെ നേരെ മറിച്ച് ബിന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിലോ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സെയിം ഡയറക്ഷൻ തന്നെ, റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പെർസ്പെക്റ്റീവ് മാറുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മാറിപ്പോലെ. പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടല്ലേ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ പറയാൻ പറ്റുക അല്ലേ. നമ്മൾ എന്നാണ് നോക്കുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആണ്, ബി എന്നാണ് നോക്കുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമ്മൾ പെർസ്പെക്റ്റീവ് മാറ്റേഴ്സ്, റൈറ്റ്. അപ്പോൾ നമ്മളൊരു ആംഗുലാർ വെലോസിറ്റി, ഈ ആംഗുലാർ വെലോസിറ്റി ഡിഫൈൻ അല്ലെങ്കിൽ റെപ്രസെൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ, അതിന് ഒന്ന് എന്തൊക്കെ വേണം, മാഗ്നിറ്റ്യൂഡ് വേണം. പിന്നെ 2 സെൻസ് ഓഫ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത് അറിയണം. മൂന്നാമത്തത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. കാരണം ഏത് ആക്സിസ് ആണ് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ.
ഇത്രയും 3 കാര്യങ്ങൾ വേണം ഒരു ആംഗുലാർ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നാമത്തെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ലൈൻ സെഗ്മെൻറ്റ്, ഒരു ലെങ്ത് വെക്ടർ വരക്കാം. നമുക്കൊരു വെക്ടർ വരക്കാനല്ല, ലെങ്ത് ഓഫ് വെക്ടറാണ്. ലെങ്ത് ഓഫ് വെക്ടർ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ വെക്ടറിൻ്റെ ലെങ്ത്തും കൂടും. ഡയറക്ഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് ലൈക്ക് ഡ്രോയിങ് എ വെക്ടർ പാരലൽ ടു ദി ആക്സിസ്. അതായത് നമ്മളെ വരക്കുന്ന വെക്ടർ ആക്സിസിന് പാരലായിട്ട് വരച്ചാൽ മതി. പാരലൽ ടു ആക്സിസ് ഓഫ് റോട്ട അല്ലേ. ഇനി സെൻസ് ഓഫ് റൊട്ടേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, എ നോക്കുമ്പോൾ ഒരു സെൻസ് ആയിരിക്കും, ബി എന്ന് നോക്കുമ്പോൾ വേറൊരു സെൻസ് ആയിരിക്കും. പക്ഷെ സംഭവം മാറിപ്പോവും അല്ലേ. കാരണം എ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഉള്ള സാധനം ചിലപ്പോൾ ബി നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നാം. അപ്പോൾ നമ്മുടെ നോട്ടത്തിനനുസരിച്ച് നമ്മൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ളത് മാറും അല്ലേ. ജസ്റ്റ് ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ വെദർ യു ആർ ലുക്കിംഗ് ഫ്രം എ, ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ ഓർ ബി എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ചില ആൾ തെറ്റിദ്ധരിക്കും, ഞാൻ ക്ലോക്ക് വൈസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് നോക്കിയിട്ട് ക്ലോക്ക് വൈസ് എന്ന് തോന്നുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ സംഭവം മാറിയില്ലേ. സോ സെൻസ് ഓഫ് റൊട്ടേഷൻ വരക്കുന്നത് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ, ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ഇല്ലേ. റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ഇഫ് യു റൊട്ടേറ്റ് ക്ലോക്ക് വൈസ്, ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ, ക്ലോക്ക് വൈസ് ആണ് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ നമ്മൾ തിരിക്കുന്നെങ്കിൽ, ക്ലോക്ക് വൈസ് തിരിച്ചാൽ അത് ഇറ്റ് ഗോസ്, അത് നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട്, അതായത് ഉള്ളിലേക്ക് തിരിച്ച് കയറ്റുന്ന പോലെ അല്ലേ, ഊരിയെടുക്കുന്ന പോലെ ടൈറ്റ് ആക്കുന്ന ഒരു സംഭവമല്ലേ നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ. നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ ടൈറ്റ് അല്ലേ ആവുക, അതായത് അകത്തേക്ക് പോകുന്ന രീതി. അതായത് ഇറ്റ് ഗോസ് എവേ ഫ്രം ദ വ്യൂവർ. അതായത് അകത്തേക്ക് പോകുന്ന വെച്ചാൽ വ്യൂവറിന് നമ്മുടെ ഒരു പ്ലെയിനിൽ നിന്ന് അകത്തേക്ക്, അത് എവേ നമ്മളെ പ്ലെയിനിൽ നിന്ന് എവേ ആണ് അതിൻ്റെ മോഷൻ. അപ്പോൾ വൈസ് വേഴ്സ. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ തിരിച്ച് നമ്മുടെ അടുത്തേക്ക്, അതായത് ഊരിയെടുക്കുന്നല്ലേ, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാണ് ഊരിയെടുക്കുക. അപ്പോൾ അത് ഇറ്റ് കംസ് ടുവേർഡ്സ് ദി വ്യൂവർ. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂവിൻ്റെ ഒരു റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ. ഇപ്പോൾ ഞാൻ ഈ ഫിഗറിൽ കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് ഞാനൊരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ AB ആണ്. അപ്പോൾ അതിന് പാരലായിട്ട് ഞാൻ എന്ത് വരച്ചു, ലൈൻ വരച്ചു. അപ്പോൾ ഇതാണ് വെക്ടർ. അപ്പോൾ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലൈക്ക് ഈ അറ്റം എയും ഈ അറ്റം ബിയും, ഇത് എ ഇത് ബി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ്, AB ലെങ്ത്താണ് ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ്. AB എന്നുള്ള ലൈൻ പാരലൽ ടു ഷാഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ലൈക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസ് അല്ലേ കിട്ടേണ്ടത്. ക്ലോക്ക് വൈസ് കിട്ടണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് അകത്തേക്ക്, അപ്പോൾ ആരോ ടുവേർഡ്സ് ബി. അപ്പോൾ ആരോ ടുവേർഡ്സ് ബി എന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ആംഗുലാർ വെലോസിറ്റിയുടെ ഒരു വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണിത്. ആംഗുലാർ വെലോസിറ്റിയുടെ വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ ആരോ ബിയിലേക്കാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ഇതിൻ്റെ റൊട്ടേഷൻ ഏന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് എന്നാണ്. ക്ലോക്ക് വൈസ്. കാരണം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിലേക്ക് അല്ലെങ്കിൽ അകത്തേക്ക്, എവേ ഫ്രം എ പോകും. റൈറ്റ്, എവേ ഫ്രം എ പോകും. ഇതിപ്പോൾ ഞാൻ സപ്പോസ് ഞാനിതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി,
ഡയറക്ഷൻ ഒന്ന് മാറ്റി, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് എ ഇത് ബി തന്നെയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലെങ്ത്ത്, വെക്ടറിൻ്റെ ലെങ്ത്താണ് ഇതിൻ്റെ ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് ഇതിന് എ ബി എന്നുള്ള ലൈൻ എപ്പോഴും പാരലൽ ടു ദ ഷാഫ്റ്റ് ആയിരിക്കണം. പക്ഷേ ഇതിൻ്റെ ആരോ അങ്ങോട്ട് വേണം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ പുറത്തേക്ക് അഴിഞ്ഞ് വരിക ചെയ്യുക. അഴിഞ്ഞ് വരിക വെച്ചാൽ ടുവേർഡ്സ് ദി വ്യൂവർ അല്ലെങ്കിൽ ടുവേർഡ്സ് എ. അപ്പോൾ ഇതിൻ്റെ വെക്ടർ ആരോ അങ്ങോട്ട് ഇടണം, എയുടെ സൈഡിലേക്ക് ഇടണം. അങ്ങനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യുക, ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, സോ ആ ഐഡിയ മനസ്സിലായി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. ഇനിയാണ് നമ്മൾ ക്രക്സിലേക്ക് പോവാം. നോക്കാം ഈ ഫിഗർ, എ എന്നുള്ള ഫിഗർ നോക്കാം. എ എന്നുള്ള ഫിഗറിൽ നമ്മളൊരു റോട്ടർ, ഇത് കണ്ട, ഇതാണ് നമ്മളെ റോട്ടർ. ഈ റോട്ടർ ലെറ്റ് റോട്ടർ സ്പിൻ റൊട്ടേറ്റ് അബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ്. ഒ എക്സ് എന്നുള്ള ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒ എക്സ് എന്നുള്ള ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ഒരു ഒരു ആംഗുലാർ വെലോസിറ്റി ഒമേഗയിൽ എന്ത് ഈ റോട്ടർ സ്പിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താണ്, ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഓക്കെ അപ്പോൾ അത് നമ്മൾ വെക്ടോറിയൽ റെപ്രസെൻ്റ് വെച്ചാൽ ഈ ഒമേഗേനെ വെക്ടോറിയൽ റെപ്രസെൻ്റ് വെച്ചാൽ ഞാനൊരു ഒ എ എന്നുള്ളൊരു വെക്ടർ വരച്ചു. ഒമേഗ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട്, ഓന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇതിൻ്റെ ആരോ അങ്ങോട്ട് വരക്കണം, ഈ ഡയറക്ഷനിൽ വരക്കണം. കാരണം ഓന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഗോ എവേ ഫ്രം ഓ, അല്ലേ? റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ എവേ ഫ്രം ഓ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരച്ചത്. ഓക്കെ, അപ്പോൾ അത് ഒ എ ഞാൻ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഒ എ ആണെന്ത്, ഈ ഒ എ വെക്ടറാണെന്ത്, ആംഗുലാർ വെലോസിറ്റി ഇനീഷ്യൽ വാല്യൂ ഒമേഗയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒമേഗയാണ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒ എക്സ് ഡാഷിലേക്ക് എന്തായി, ഒ എക്സ് ഡാഷിലേക്ക് റൊട്ടേറ്റ് ചെയ്യിച്ചു ബേസ്ഡ് ഓൺ ഈ സെഡ് ആക്സിനെ ബേസ് ചെയ്തിട്ട് ഒ എക്സിനെ ഞാൻ ഒ എക്സ് ഡാഷിലേക്ക് റൊട്ടേറ്റ് ചെയ്യിച്ചു. അതേസമയം ഇതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഉള്ളത് ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ, അല്ലേ? അതായത് ഒമേഗയിൽ ഒരു ചേഞ്ച് ഉണ്ടായി, ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ തിരിയുന്നതാണ് ഏത്, ഡെൽറ്റ തീറ്റ. എത്ര ആംഗിൾ തിരിഞ്ഞു, ഒരു ഡെൽ തീറ്റ എന്നുള്ളൊരു ആംഗിളാണ് ഒ എക്സ് എന്ന് ഒ എക്സ് ഡാഷിലേക്ക് തിരിയുമ്പോഴുണ്ടാകുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറി. അപ്പോൾ ഈ ഒരു പുതിയ മാഗ്നിറ്റ്യൂഡ് ഞാൻ കാണിക്കുന്നത് ഇവിടുന്ന് ഒരു തീറ്റ ആംഗിളിൽ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ എന്നുള്ളൊരു മാഗ്നിറ്റ്യൂഡിൽ ഒരു ഇത് വരച്ചു. അതിൻ്റെ ഡയറക്ഷൻ സെയിം ക്ലോക്ക് വൈസ് തന്നെയാണ് ഓ നോക്കുമ്പോൾ. അതുകൊണ്ട് ആരോ മാർക്ക് ബിയിലേക്ക്. അപ്പോൾ ഒ ബി ആണ് ഒ ബി വെക്ടറാണ് ന്യൂ ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും കൂടി, അതേപോലെ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന് കുറച്ചൊരു ആക്സിസ് ഓഫ് സ്പിന്നിങ് ഉണ്ടല്ലോ, ആക്സിസ് ഓഫ് സ്പിന്നിങ് കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്തു, ഒരു ഡെൽറ്റ തീറ്റ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എത്ര ടൈമിനുള്ളിലാണ് തിരിഞ്ഞതെന്ന് വെച്ചാൽ ഇൻ സ്മോൾ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടിയിലാണ് ഒ എക്സ് എന്ന് ഒ എക്സ് ഡാഷിലേക്ക് തിരിഞ്ഞത്. ഓക്കെ, ഡെൽറ്റ ടി എന്നുള്ളൊരു ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെന്ത്, അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്നുള്ളത് ഒ ബി വെക്ടർ മൈനസ് ഒ എ വെക്ടറാണ്. അതാണ് എ ബി വെക്ടർ. അതാണ് ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ആണ് എന്ത് എ ബി വെക്ടർ. ഓക്കെ, എ ബി വെക്ടർ. അപ്പോൾ ഈ എ ബി വെക്ടറിനെ ശ്രദ്ധിച്ചാൽ എ ബി വെക്ടറിന് 2 കോമ്പോണൻ്റ് ഉണ്ട്. അതൊക്കെ എ ബി വെക്ടറിൻ്റെ കോമ്പോണൻ്റ്, ഒന്ന് എ സി വെക്ടർ, ഒന്ന് ബി സി വെക്ടർ. ഓക്കെ, ഒന്ന് എ സി വെക്ടർ ഉണ്ട്, ബി സി വെക്ടർ ഉണ്ട്. എ സി വെക്ടറും ബി സി വെക്ടറും. അപ്പോൾ ശ്രദ്ധിക്കാം,
ഇതിൽ എ സി വെക്ടർ എന്ന് വെച്ചാൽ എന്താ? എ സി വെക്ടർ, എ സി റെപ്രസെൻറ്റ്സ് ദി ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ഇൻ എ പ്ലെയിൻ നോർമൽ ടു എക്സ് ആക്സിസ് അല്ലേ? എക്സ് ആക്സിസിന് നോർമലായിട്ടുള്ളൊരു പ്ലെയിനിൽ ഉണ്ടാവുന്ന ആംഗുലാർ വെലോസിറ്റി ചേഞ്ചാണ് എ സി കണ്ട. ഇത് ഈ ഒരു ഡയറക്ഷൻ കണ്ട, എ സി വെക്ടർ ഇതാണ്. ഓക്കെ, അപ്പോൾ എ സി വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? എ സി അതായത് ഒരു ആംഗുലാർ വെലോസിറ്റി ചേഞ്ചാണ്. എ സി വെക്ടർ എന്ന് വെച്ചാൽ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അത് ഏത് പ്ലെയിനിലാണ്? പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ഈ ആക്സിസ്, എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലുള്ള ആംഗുലാർ വെലോസിറ്റി ചേഞ്ചാണ് എ സി. പക്ഷേ ബി സിയോ? ബി സി എന്ന് വെച്ചാൽ വൈ ആക്സിസിന്, ഈ വൈ ആക്സിസില്ലേ, വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ഉണ്ടാവുന്ന എന്ത് ആംഗുലാർ വെലോസിറ്റി ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എലോങ് വൈ ആക്സിസ് ആണ്. എലോങ് വൈ ആക്സിസ്, ഇത് എലോങ് എക്സ് ആക്സിസ് ആണ് നടക്കുന്നത്. ഇത് എലോങ് എക്സ് ആക്സിസ്, ഇത് എലോങ് വൈ ആക്സിസ് ആണ്. കാരണം ഇത് മൊത്തം എക്സ് വൈ പ്ലെയിനിലാണ്. ഇത് ഈ ഒരു പ്ലെയിനിൽ നടക്കുന്ന സംഭവമാണിത്. സെഡ് പ്ലെയിൻ വരുന്നില്ല. കാരണം സെഡ് പ്ലെയിൻ ഏതാണ്? സോറി, സെഡ് ആക്സിസ് ഏതാണ്? സെഡ് ആക്സിസ് ഇതിന് മൂന്നിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിന് മൂന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ എ സി എന്നുള്ളത് നോക്കുക, എ സി എന്നുള്ള വാല്യൂ, എ സിയുടെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗയുടെ കോസ് കോമ്പണൻറ്റ്, അതായത് ഈ കോമ്പണൻറ്റിൽ നിന്ന്, ഏത് കോമ്പണൻറ്റ്? ഈ ടോട്ടലിൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? ഈ ഒ എ മൈനസ് ചെയ്താലല്ലേ എ സി കിട്ടുക. അതായത് ഒ സി മൈനസ് ഒ എ ആണ് എ സി. അപ്പോൾ ഈ ഒ സി എന്ന് വെച്ചാൽ എ സി എന്നുള്ളത്, എ സി വെക്ടർ എന്ന് വെച്ചാൽ ഒ സി വെക്ടർ മൈനസ് ഒ എ വെക്ടർ, അല്ലെങ്കിൽ ഒ സിയുടെ കോസ് കോമ്പണൻറ്റ്, അതായത് ഒമേഗ പ്ലസ് ഡെൽ ഒമേഗ ഇൻറ്റു കോസ് ഡെൽ തീറ്റ. അതായത് എൻ്റെ ഡെൽ തീറ്റയാണ് ആംഗിൾ. അപ്പോൾ കോസ് ഡെൽ തീറ്റ എന്നുള്ള കോമ്പണൻറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇത് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഈ സാധനത്തിൻ്റെ കോസ് കോമ്പണൻ്റ് ആണ്. ഇത് ആംഗിൾ ഡെൽറ്റ തീറ്റ. അപ്പോൾ കോസ് ഡെൽറ്റ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ നിന്ന് ഒ എ മൈനസ് ചെയ്യണം. ഒ എ എന്ന് വെച്ചാൽ എന്താ? ഒമേഗ. ഒ എ എന്താണ്? ഒമേഗ. ഓക്കെ, അപ്പോൾ ഇതാണ് എ സി വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇത് ഒമേഗ പ്ലസ് ഡെൽ ഒമേഗ ഇൻറ്റു കോസ് ഡെൽ തീറ്റ മൈനസ് ഒമേഗ ബൈ ബൈ ഡെൽ ടി ഇട്ടാൽ പോരെ, ബൈ ഡെൽ ടി. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇത് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ആക്സിലറേഷൻ വെച്ചാൽ എന്താ? ലിമിറ്റ്. അപ്പോൾ ഇതേ സമയത്തിന് ഞാൻ ഒരു ലിമിറ്റ് ഡെൽ ടി ടെൻസ് ടു 0 കൊടുക്കുന്നുണ്ട്. ഡെൽ ടി ടെൻസ് ടു 0 ഒമേഗ പ്ലസ് ഡെൽ ഒമേഗ കോസ് ഡെൽ തീറ്റ മൈനസ് ഒമേഗ ബൈ ഡെൽ ടി. ഇതാണ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ വെൻ ഡെൽ ടി ടെൻസ് ടു 0, അതായത് ആ ടൈം പീരീഡ് 0, ഏകദേശം 0 ആകുമ്പോൾ ഡെൽ തീറ്റ എന്താവും? ആംഗിൾ ടേൺഡ് വിൽ ഓൾസോ ടേൺ ടു 0. അപ്പോൾ കോസ് ഡെൽ തീറ്റ എന്താവും? ഡെൽ തീറ്റ 0 ആകുമ്പോൾ കോസ് ഡെൽ തീറ്റ 1 ആവും അല്ലേ? 1 ആവും. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽ ടെൻസ് ടു 0 ഒമേഗ പ്ലസ് ഡെൽ ഒമേഗ, പിന്നെ കോസ് ഡെൽ തീറ്റ 1 ആയി മൈനസ് ഒമേഗ ബൈ ഡെൽ ടി. ഇതെന്താണ് സംഭവം? ലിമിറ്റ് ഡെൽ ടി ടെൻസ് ടു 0 ഒമേഗ പ്ലസ് ഡെൽ ഒമേഗ മൈനസ് ഒമേഗ ബൈ ഡെൽ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു എന്താ? ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ അല്ലേ? ഡെറിവേറ്റീവിൻ്റെ ഒരു ഡെഫിനേഷൻ അല്ലേ ഈ പറഞ്ഞ ലിമിറ്റ്. അപ്പോൾ ആംഗുലാർ ആക്സലറേഷൻ, ഇപ്പോൾ എ സി വെക്ടർ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സലറേഷൻ സച്ച് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു
എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ ഉണ്ടാകുന്ന ആംഗുലർ ആക്സലേഷൻ d⍵/dt ആണ്. അതേപോലെ സി ബി വെക്ടർ ഉണ്ടല്ലോ, അതായത് ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ഇൻ പ്ലെയിൻ നോർമൽ ടു വൈ ആക്സിസ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് in a plane perpendicular to y axis. y axis പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ നടക്കുന്ന ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ആണ് ഇത് സി ബി വെക്ടർ. ഇപ്പോൾ സി ബി വെക്ടർ എന്ന് വെച്ചാൽ ആക്ച്വലി ആ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക്, അതായത് ഇതിൻ്റെ എന്താ സൈൻ കോമ്പണൻ്റ് അല്ലേ, അതിൻ്റെ സൈൻ കോമ്പണൻ്റ് അതായത് ഒമേഗ പ്ലസ് ഡെൽ ഒമേഗ സൈൻ ഡെൽ തീറ്റ. ആക്ച്വലി ഇത് എ സി വെക്ടർ അല്ല, എ സി വെക്ടറിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് അല്ലെങ്കിൽ എ സി വെക്ടർ എന്ന് എഴുതാൻ പാടില്ല, അത് ആംഗുലാർ ആക്സലേഷൻ തന്നെ എഴുതും. കാരണം എ സി വെക്ടർ വെലോസിറ്റിയാണ്, ആംഗുലാർ ആക്സലേഷൻ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ സി ബി വെക്ടർ ഇതാണ്. അപ്പോൾ ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇത് ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം, ഇത് ഡിവൈഡ് ബൈ സൈൻ ഡെൽ തീറ്റ ബൈ ഡെൽ ടി ചെയ്യണം അല്ലേ, ഡെൽ ടി ചെയ്യണം. ഇതിനൊരു ലിമിറ്റും കൊടുക്കുക, ലിമിറ്റ് ഡെൽ ടി ടെൻസ് ടു 0, അതാണ് ആംഗുലാർ ആക്സലറേഷൻ. ആംഗുലാർ ആക്സലറേഷൻ എന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ ഡെൽ ടി ചെയ്തിട്ട് ഡെൽ ടിക്ക് ഒരു ലിമിറ്റ് കൊടുക്കണം അല്ലേ, ഡെൽ ടി എസ് വെച്ചാൽ ഡെൽ ടി ടെൻസ് ടു 0. അപ്പോൾ ഡെൽ ടി ടെൻസ് ടു 0 ആയിക്കഴിഞ്ഞാൽ ഡെൽ തീറ്റ എന്താവും, ഡെൽ തീറ്റ വിൽ ടെൻ ടു 0. സിമിലർലി സൈൻ ഡെൽ തീറ്റ ടെൻസ് ടു അഗെയിൻ 0. അങ്ങനെയാണെങ്കിൽ സൈൻ ഡെൽ തീറ്റ 0 ആയിക്കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും, സോറി സൈൻ ഡെൽ തീറ്റ 0 അല്ല, ഡെൽ തീറ്റ ടെൻസ് ടു 0 ആയിക്കഴിഞ്ഞാൽ സൈൻ ഡെൽ തീറ്റ എന്താവും, ഇറ്റ് വിൽ ബി ടെൻഡിങ് ടു ഡെൽ തീറ്റ. അതായത് സൈൻ തീറ്റയുടെ വാല്യൂം തീറ്റയുടെ വാല്യൂം ഓൾമോസ്റ്റ് സെയിം ആവുന്ന ഒരവസ്ഥയാണ്. തീറ്റ വെരി സ്മോൾ ആകുമ്പോൾ, തീറ്റ വെരി സ്മോൾ ആണെങ്കിൽ സൈൻ ഡെൽ തീറ്റ വിൽ ടെൻസ് ടു ഡെൽ തീറ്റ. അത് നിങ്ങൾ ലിമിറ്റ് മാക്സിൽ ലിമിറ്റിൻ്റെ കേസിൽ, ട്രിഗ്നോമെട്രിയുടെ കേസിൽ ലിമിറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൈൻ ഡെൽ തീറ്റ എപ്പോഴും സൈൻ ഡെൽ തീറ്റ ടെൻസ് ടു ഡെൽ തീറ്റ വെൻ ഡെൽ തീറ്റ ടെൻസ് ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഇതിന് പകരം എന്നിട്ടാൽ മതി ഡെൽ തീറ്റ ഇട്ടാൽ മതി. ആംഗുലാർ ആക്സലറേഷൻ is equal to limit del t tends to 0 omega plus del omega into del theta by del t അല്ലേ, അതായത് is equal to limit del t tends to 0 omega into del theta by del t plus del omega del theta by del t. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡെല്ലോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ട് ഒരു ഡെൽ കോമ്പണന്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം ഈ ഡെൽ തീറ്റ എന്ന് പറയുന്നത് തന്നെ ഒരു 1ന് താഴെയുള്ള വാല്യൂ ആണ്. അപ്പോൾ 1ന് താഴെയുള്ള വാല്യൂസ് എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് അറൗണ്ട് 0. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ലിമിറ്റ് ഡെൽ ടി ടെൻസ് ടു 0 ഒമേഗ ഡെൽ തീറ്റ ബൈ ഡെൽ ടി എന്നാക്കാം. ഇതിൽ ഒമേഗ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കാം. ഈക്വൽ ടു ഒമേഗ ലിമിറ്റ് ഡെൽ ടി ടെൻസ് ടു 0 ഡെൽ തീറ്റ ബൈ ഡെൽ ടി, അതായത് ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ആംഗുലാർ ആക്സലേഷൻ ഒമേഗ ഡി തീറ്റ ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംഗുലാർ ആക്സലേഷൻ എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിൽ എന്തുണ്ട്, ഒന്ന് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലും ഉണ്ട്, വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലും ഉണ്ട്. രണ്ട് ആംഗുലാർ ആക്സലേഷൻ കോമൺ ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ ആംഗുലാർ ആക്സലറേഷൻ എന്ന് വെച്ചാൽ
ആൽഫ ഈസ് ഈക്വൽ ടു ഒന്ന് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഇങ്ങനെ രണ്ട് കോമ്പണൻറ്റിൻ്റെ സമ്മാണ് എന്ത് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ. ഇതെന്താ ശരിക്കും ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഇത് അല്ലേ. ഇതിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കുക, ടൈം അനുസരിച്ചിട്ട് ഒമേഗയുടെ വാല്യൂവിൽ ഉണ്ടാകുന്ന മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. ഈ കോമ്പണൻറ്റ് എന്തായിരിക്കും ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. അതായത് ഈ ഒമേഗയുടെ ആക്സിസ് ഉണ്ടല്ലോ, ആ ആക്സിസിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് ഈ ഒരു തീറ്റ എന്ന് പറയുന്നത്. ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഒമേഗ ഡി തീറ്റ ബൈ ഡി ടി റെപ്രസെൻറ്റ്സ് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് സ്പിൻ അല്ലേ. അതായത് ആക്സിസ് ഓഫ് സ്പിന്നിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇത് ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഇത് ഒമേഗ തിരിയുന്ന അല്ലെങ്കിൽ ഒമേഗ എടുക്കുന്ന ഒമേഗ ഒരു ആക്സിസിൻ്റെ ബേസ് ആയിട്ടാണല്ലോ ഒമേഗ എടുക്കുക. ആ ആക്സിസിന് തന്നെ ഉണ്ടാകുന്ന സ്പിന്നിൻ്റെ അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ മെഷറാണ് ഏത് ഈ ഒരു കോമ്പണൻറ്റ്. അപ്പോൾ രണ്ട് കോമ്പണൻറ്റിൻ്റെ സമ്മാണ് ടോട്ടൽ ആംഗുലാർ ആക്സലറേഷൻ. അപ്പോൾ ഈ ഫിഗറിൽ നോക്കുക, അപ്പോൾ എ ബി എന്നുള്ള സംഭവം റിസോൾവ് ചെയ്തിട്ട് എ സി എന്നുള്ള ഡയറക്ഷനിലും, പിന്നെ ഏത് ബി സിയുടെ ആരോ മുകളിലേക്കായിരിക്കും, എ സിയുടെ ആരോ റൈറ്റിലേക്കായിരിക്കും അല്ലേ. അതല്ലേ ഇവിടെ കാണുന്നത് അല്ല, അങ്ങനെയല്ല ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എ സി എന്നുള്ളത് ഇങ്ങോട്ട് റൈറ്റിലേക്ക് ആയതുകൊണ്ട് ഏത് നോക്കുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് ഡയറക്ഷനിലായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. കാരണം എന്ന് നോക്കുമ്പോൾ ആരോ മാർക്ക് എവേ ഫ്രം എ അല്ലേ, അപ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കും. അതേപോലെ സി എന്ന് നോക്കുമ്പോൾ ബിയുടെ ഡയറക്ഷൻ ആരോ ഇങ്ങനെയല്ലേ വരുന്നത്, അപ്പോൾ സി നോക്കുമ്പോൾ നമ്മൾ ആംഗുലാർ വെലോസിറ്റിയുടെ ചേഞ്ച് അഗെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെ അത് ഏത് ക്ലോക്ക് വൈസ് എ നോക്കുമ്പോൾ സി നോക്കുമ്പോൾ ഈ ചേഞ്ചിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വൈ ആക്സിസ്, ഇതെല്ലാം എക്സ് ആക്സിസ് ആണ്. നമ്മൾ ഈ ടോർക്ക് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ആംഗുലാർ ആക്സലറേഷനല്ലേ പഠിച്ചുള്ളൂ, രണ്ട് കോമ്പണൻ്റ് ഉണ്ടെന്നും പഠിച്ചു. അപ്പോൾ എന്താണ് ഈ ഗൈറോസ്കോപ്പിക് ടോർക്ക്? ഇപ്പോൾ സപ്പോസ് ഐ ആണ് നമ്മളെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദാറ്റ് വീൽ, ഓർ എന്താണ് ആ ഒരു വീൽ എന്താ ഡിസ്ക് അല്ലെങ്കിൽ റോട്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ആ തിരിയുന്ന റോട്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ആണെന്ന് വിചാരിക്കാം. ഒമേഗയാണ് എന്ത് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, സ്പിൻ ചെയ്യുന്നത് സ്പിന്നിങ് ബേസ്ഡ് ഓൺ ഒ എക്സ് എന്നില്ലേ കണ്ടോ, ഇവിടെ ഒ എക്സ് എന്നുള്ള ഒരു ആക്സിസിനെ ബേസ് ആയിട്ടാണ് ഈ റോട്ടർ സ്പിൻ ചെയ്യുന്നത് അറ്റ് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ക്ലോക്ക് വൈസ്. അപ്പോൾ ഡയറക്ഷൻ ആരോ ഇങ്ങനെയല്ലേ, അപ്പോൾ ഡയറക്ഷൻ ഓന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിനെന്തായി ഈ ഒ എക്സ് ഡയറക്ഷനിലേക്ക് ഡെൽ തീറ്റ ഒരു സ്പിന്ന് നടക്കുന്നു അല്ലെ, ഒരു റൊട്ടേഷൻ നടക്കുന്നു. പക്ഷേ ഈ ഒമേഗ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നോക്കുക, ഒമേഗയിൽ ചേഞ്ച് ഇല്ല. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്യുമ്പോൾ ഒമേഗ പ്ലസ് ഡെൽ ഒമേഗ എന്നുള്ള ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക് ചേഞ്ച് ആയി. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് ഓക്കെ അങ്ങനെ ഒരു ചേഞ്ച് ഇല്ല. റൊട്ടേഷൻ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ റോട്ടർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ ഒ എ വെക്ടറാണ് എന്ത് OA vector represents the angular velocity vector when the axis is OX, and OB vector represents when the axis is changed to OX dash. OX dash like change ചെയ്തിട്ടാകുമ്പോൾ ഉള്ള ആംഗുലാർ വെലോസിറ്റി വെക്ടർ ആണ് ആംഗുലാർ വെലോസിറ്റിയാണ് OB വെക്ടർ. അപ്പോൾ ഈ ആംഗിൾ ഡെൽ തീറ്റയാണ്. അപ്പോൾ AB ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടറാണ് ഏത് ആംഗുലാർ ആക്സലറേഷൻ, അല്ലെങ്കിൽ ആംഗുലാർ ആക്സലറേഷൻ അല്ല, ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ഏതാണ് AB ആണ്. ഓക്കെ, AB. അപ്പോൾ AB എന്നുള്ളത് എന്തായിരിക്കും, AB വെക്ടറാണ് എന്ത് ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി. ടോട്ടൽ ചേഞ്ച്. അപ്പോൾ നമ്മൾ ടോട്ടൽ ആംഗുലാർ ആക്സലറേഷൻ ഈ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ഡെൽറ്റ ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും,
ആംഗുലാർ ആക്സലറേഷൻ കിട്ടും. അപ്പം ടോട്ടൽ ആംഗുലാർ ആക്സലറേഷൻ ആക്ച്വലി എന്തായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടു. അതായത് ആൽഫ ഈക്വൽ ടു എന്തായിരുന്നു, ഡി ഒമേഗ ബൈ ഡി ടി പ്ലസ് ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, ഒമേഗ കോൺസ്റ്റൻ്റ് അല്ലേ. ഒമേഗ ഇവിടെയും സെയിം ആണ്. അതുകൊണ്ട് ടൈമിനനുസരിച്ച് ഒമേഗ പറഞ്ഞില്ല. അപ്പോൾ ഇത് ക്യാൻസലായി. അപ്പോൾ ആൽഫ നമുക്ക് ജസ്റ്റ് ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽഫനെ ഞാൻ ഇങ്ങനെ എഴുതി, ഒമേഗ ഇൻറ്റു ഒമേഗ പി എന്ന് എഴുതി. വേർ ഒമേഗ പി ഈസ് നത്തിങ് ബട്ട് ഡി തീറ്റ ബൈ ഡി ടി, ഡി തീറ്റ ബൈ ഡി ടി ഓർ ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ, ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ എന്ന് പറയും. ഒമേഗ പി എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ. അതായത് ആ ആക്സിസ് ഓഫ് റൊട്ടേഷന് ഉണ്ടാവുന്ന ആംഗുലാർ വെലോസിറ്റി. അതായത് ഏത് ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ എന്ന് വെച്ചാൽ ഈ ഒ എക്സ് എന്നുള്ള ആക്സിസിന് ഉണ്ടാവുന്ന ആംഗുലാർ വെലോസിറ്റി. ഈ ഒ എക്സ് എന്നുള്ള ആക്സിസ് ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽ തീറ്റ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇൻ ഡെൽ ടി ടൈം, അതായത് ഡെൽ തീറ്റ ഇൻ ഡെൽ ടി ടൈം. അപ്പോൾ ഈ ഒരു ഡെൽ തീറ്റ ബൈ ഡെൽ ടി എന്നുള്ള അല്ലെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടി എന്നുള്ള ആ ഒരു ആംഗുലാർ വെലോസിറ്റീനാണ് ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ ഒമേഗ പി എന്ന് പറയുന്നത്. അതായത് ഒ എക്സ് എന്നുള്ള ആക്സിസിൻ്റെ ആംഗുലാർ വെലോസിറ്റി, ഒ എക്സ് എന്നുള്ള ആക്സിസിൻ്റെ ആംഗുലാർ വെലോസിറ്റിയാണ് ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ. അപ്പോൾ നമുക്കറിയാം ടോർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി. ആക്ച്വലി ടോർക്ക് എന്ന് വെച്ചാൽ എന്താ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആൽഫ, ഐ ആൽഫയാണ് ടോർക്ക്. അതായത് ഫോഴ്സ് എന്നുള്ളത് മാസ് ഇൻറ്റു ആക്സലറേഷൻ പോലെ ടോർക്ക് എന്നുള്ളത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ ആക്സലറേഷൻ. അതായത് ഐ ഇൻറ്റു ടോർക്ക് ഈസ് ഐ ഇൻറ്റു ഒമേഗ പി. ഇതാണ് ടോർക്ക് അല്ലെങ്കിൽ ഗൈറോസ്കോപ്പിക് ടോർക്ക്. അപ്പോൾ ഈ ആൽഫ എന്നുള്ളൊരു ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടാക്കാൻ എത്ര ടോർക്ക് വേണം, ആ ടോർക്കിനെയാണ് നമ്മൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്ന് പറയുന്നത്. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ഐ ഒമേഗ ഇൻറ്റു ഒമേഗ പി. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഫിഗറിൽ ക്യാൻ സീ ദാറ്റ് ഈ എ ബിയുടെ ഡയറക്ഷൻ ടുവേർഡ്സ് ബി ആണ്. എ നോക്കുമ്പോൾ ടുവേർഡ്സ് ബി അല്ലേ, എ നോക്കുമ്പോൾ ടുവേർഡ്സ് ബി. അപ്പോൾ ടുവേർഡ്സ് ബി എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു ആംഗുലാർ ആക്സലറേഷൻ ടുവേർഡ്സ് ബി ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ, ക്ലോക്ക് വൈസ് ആയിരിക്കും. എന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എ ബി ആണെന്ത്, അപ്ലൈഡ് കപ്പിൾ. അപ്പോൾ അത് ആക്റ്റീവ് കപ്പിൾ. അപ്പോൾ അതെന്തായാലും ഒരു റിയാക്ഷൻ കപ്പിൾ ഉണ്ടാക്കും. ആ റിയാക്ഷൻ കപ്പിൾ വിൽ ബി ടുവേർഡ്സ് എ ഫ്രം ബി, അതായത് ബി ടു എ. അപ്പോൾ അത് ബി ഡാഷ് എ ഡാഷ് എന്ന് വിളിക്കും. എ ബി വെക്ടർ ഈസ് ഈക്വൽ ടു ബി ഡാഷ് എ ഡാഷ് വെക്ടർ. എ ബി വെക്ടർ ഈസ് ആക്ച്വലി മൈനസ് ഓഫ് ബി ഡാഷ് എ ഡാഷ് വെക്ടർ. വെക്ടർ ഫോമിൽ അത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ സെൻസിങ്, അതായത് ആരോ ഇങ്ങോട്ട് വരുമ്പോൾ ടുവേർഡ്സ് എ. അപ്പോൾ ഈ എന്ന് നോക്കുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഒന്നുണ്ടാവുക. ആ ആംഗുലർ ആക്സലറേഷൻ അല്ലെങ്കിൽ ടോർക്ക് അതായത് റിയാക്ഷൻ കപ്പിൾ അല്ലെങ്കിൽ റിയാക്ഷൻ ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഈ ഡെൽറ്റ തീറ്റ ഇങ്ങോട്ടാണ് തിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളുടെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നോക്കാം, ഈ ഒ എക്സ് എന്നുള്ള ആക്സിസ് ആണെന്ത്, ആക്സിസ് ഓഫ് സ്പിന്ന്. അതായത് റോട്ടർ സ്പിന്ന് ചെയ്യുന്നത് ഒ എക്സ് എന്നുള്ള ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒ സെഡ് എന്താണ്, ആക്സിസ് ഓഫ് പ്രിസഷൻ ആണ്. കാരണം ഈ ഒ എക്സ് എന്നുള്ള ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒ സെഡ് എന്നുള്ള ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒ സെഡ് ആണ് ആക്സിസ് ഓഫ് പ്രിസഷൻ. ഇനി ഒ വൈ എന്താണ്, ഒ വൈനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, ഇറ്റ് ഈസ് ദ ആക്സിസ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. അപ്പോൾ 3 ആക്സിസ്. അപ്പോൾ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുന്ന നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്, ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുന്ന ഒരു റോട്ടറിൻ്റെ ആ ആക്സിസ് തന്നെ മറ്റൊരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പെർപെൻഡിക്കുലർ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഒരു ടോർക്ക് അല്ലെങ്കിൽ ആംഗുലർ ആക്സലറേഷൻ ജനറേറ്റ് ചെയ്യും.
ആ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ടോർക്ക് ആക്റ്റീവ് ടോർക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിയാക്റ്റീവ് ടോർക്ക് ഉണ്ടാവും. ആ റിയാക്റ്റീവ് ടോർക്ക് ഉണ്ടാക്കുന്ന എഫക്റ്റ് ആണെന്ത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ആക്സിസ് ഓഫ് സ്പിന്ന്. ഈ ആക്സിസ് ഓഫ് സ്പിന്ന് ആക്സിസ് ഓഫ് സ്പിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സെഡ് ആണ്. അപ്പോൾ ആ സെഡ് എന്നുള്ളത് ആക്സിസ് ഓഫ് പ്രിസഷനായി. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഒരു റിയാക്റ്റീവ് കപ്പിൾ ഫോം ചെയ്ത് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. ഈ റിയാക്റ്റീവ് കപ്പിൾ ആക്ട് ചെയ്യുന്നത് വൈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട്, വൈ ആക്സിസിന്, അതായത് അതിൻ്റെ ആ ഒരു റൊട്ടേഷൻ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് വൈ ആക്സിസ് ആയിരിക്കും. അതാണ് നമ്മൾ ആദ്യത്തെ ഡെഫിനേഷനിൽ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമ്മൾ ഓരോ എക്സാമ്പിൾ. അപ്പോൾ ഈ ഗൈറോസ്കോപ്പ് വരുന്നത് റോട്ടേഴ്സിലെ എല്ലാ, അതായത് ഷിപ്പിൽ റോട്ടറുണ്ട്, എയറോപ്ലെയിനിൽ റോട്ടറുണ്ട്. എന്ന് വെച്ചാൽ റോട്ടേഴ്സ് ഉണ്ട്, അല്ല എൻജിൻസിനൊക്കെ റോട്ടേഴ്സ് വരുന്നുണ്ട്. ജെറ്റ് പ്രൊപ്പൾഷനൊക്കെ ഉള്ളതിൽ റോട്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ റോട്ടേഴ്സ് വരുമ്പോഴുള്ള എഫക്റ്റ് നമ്മൾ ഷിപ്പിൻ്റെ കേസിലും എയറോപ്ലെയിൻ്റെ കേസിലും, ഇപ്പോൾ വണ്ടിയുടെ കേസിൽ എൻജിനിൽ റോട്ടേഴ്സ് ഉണ്ട്, അല്ലെ ക്രാങ്ക് ഷാഫ്റ്റെല്ലാം ഇല്ലേ, അങ്ങനെയുള്ള റോട്ടേഴ്സ് വരുന്ന എല്ലാ കേസിലും വീൽസ് ഉള്ളതിലൊക്കെ നമ്മൾ ഈ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വരും. അപ്പോൾ അത് ഓരോന്നോരോന്നേ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോ സെഷനിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ, ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഇമ്പോർട്ടൻസ് കൂടുതലും അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ കുറേ തിയറി മനസ്സിലാക്കി വെച്ചതേ ഉള്ളൂ. ഓക്കെ, സോ വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. താങ്ക് യു.